2025-ലും റിസർവേഷൻ എന്തിനാണെന്നൊക്കെ ഉള്ള ചോദ്യം സ്വന്തമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് മാറ്റേണ്ട ഒരു കാര്യമാണ്. അത് മറ്റൊരാൾ പറഞ്ഞു തന്നോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിലൂടെ മാറേണ്ട കാര്യമല്ല. സ്വയം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് റിസർവേഷൻ. അത് എന്തുകൊണ്ട് നിലനിൽക്കുന്നത്, അതിൻ്റെ ചരിത്രം എന്താണ്, അതെങ്ങനെ എന്തിനെയാണ് അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ സ്വയമായിട്ട്, അതിപ്പോൾ ഏതൊരു ക്യാമ്പസിലേക്ക് പോകുമ്പോഴും ഒരു 18 വയസ്സായ ഒരു വിദ്യാർത്ഥി സ്വയമായിട്ട് തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുള്ള റിസോഴ്സസ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇൻ്റർനെറ്റിലൂടെ ആണെങ്കിലും ഇപ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പുള്ള കാര്യമല്ല. സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി അത് മാറ്റാനുള്ള റിസോഴ്സസ് ഓൺലൈനിലുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത്. ഇപ്പോൾ മിക്ക ആളുകളും റിസർവേഷനെ ഒപ്പോസ് ചെയ്യുന്നത് അത് എൻ്റെ സീറ്റിനെ എനിക്ക് മറ്റ് റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാളെക്കാളും മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മെറിറ്റിൽ സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒരു പേഴ്സണൽ അനക്ഡോട്ടിൻ്റെ പുറത്താണ് ഈ റിസർവേഷനെതിരെയുള്ള പല സ്റ്റാൻഡുകളും വരുന്നത്. പക്ഷേ അത് അതിനപ്പുറം അല്ലാണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർവേഷൻ എന്തിനു വേണ്ടിയാണെന്നുള്ളതൊരു സ്വയം അൺലേൺ ചെയ്ത് റീലേൺ ചെയ്യേണ്ട ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതിപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അൺഫോർച്ചുനേറ്റ്ലി ചെയ്യേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് എല്ലാ തുറയെന്നുള്ള സമൂഹത്തിന് എല്ലാ തുറയെന്നുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ്. അതിനൊരു റെസ്പോൺസിബിലിറ്റി അവനവന് ഓരോ വ്യക്തിക്കും ഉണ്ട്. റിസർവേഷന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയിട്ടല്ല, അത് എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ള ആ ചരിത്രം, അതിൻ്റെ ഒരു ഹിസ്റ്ററി, മണ്ഡൽ കമ്മീഷൻ മുതൽ ഇങ്ങോട്ടുള്ള അതിൻ്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.